ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ ലെസൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെസൺ ഒരു അഡ്വാൻസ്ഡ് ലെസണാണ്. എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ഏതെല്ലാം തരത്തിൽ അത് ഉപയോഗിക്കാം, ഒരു സെൻറ്റൻസിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്ന് പഠിക്കാം. എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വേർബിനോടുകൂടി ING ചേർത്ത് ഉണ്ടാകുന്നതാണ്. ഇത് നമുക്ക് ഒരു ആക്ഷൻ വേർബായിട്ട് ഉപയോഗിക്കാം, ഒരു നൗണായിട്ട്, ഒരു ജെറൻഡായിട്ട് ഉപയോഗിക്കാം, പിന്നെ അജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ആഡ്വേർബ് ആയിട്ടും ഉപയോഗിക്കാം. ചില എക്സാമ്പിൾസ് നോക്കൂ. ഹീസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ടീച്ചിങ് എന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഇത് അവിടെ ചെയ്യുന്നത് ഒരു വേർബിൻ്റെ ഫങ്ഷനാണ്. അവിടെ അതൊരു ആക്ഷൻ വേർബ് ആണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം പഠിപ്പിക്കുന്നു. ഹീസ് ടീച്ചിങ്, ഹീസ് പെർഫോമിങ് ആൻ ആക്ഷൻ. അപ്പോൾ ടീച്ചിങ് എന്നത് ഒരു ആക്ഷൻ വേർബായിട്ടാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ഹീസ് ഡൂയിങ് ആൻ ആക്ഷൻ. എന്ത് ആക്ഷനാണ് ചെയ്യുന്നത്? ടീച്ചിങ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ടീച്ചിങ് ഈസ് ഹിസ് പാഷൻ. ടീച്ചിങ് അദ്ദേഹത്തിൻ്റെ പാഷൻ ആണ്. ടീച്ചിങ് ഈസ് ഹിസ് പാഷൻ എന്ന് പറയുമ്പോൾ ടീച്ചിങ് എന്നത് ഒരു നൗൺ ആയിട്ടാണ് ആ സെൻറ്റൻസിൽ അത് വർക്ക് ചെയ്യുന്നത്. ടീച്ചിങ് അവിടെ ഒരു നൗൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ജെറൻഡ് ആയിട്ട്. പഠിപ്പിക്കൽ അദ്ദേഹത്തിൻ്റെ പാഷനാണ് എന്നാണ്, പഠിപ്പിക്കൽ എന്നാണ് അവിടെ മീനിങ്. അവിടെ അതൊരു നൗണാണെന്ന് മാത്രമല്ല ആ സെൻറ്റൻസിലെ സബ്ജക്റ്റും ആണ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കൂ. ഹീസ് ഡൂയിങ് എ ടീച്ചിങ് ജോബ്. ടീച്ചിങ് ജോബ്. ജോബ് എന്ന ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയാണ് ടീച്ചിങ് എന്ന വേർഡ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് അജക്റ്റീവ് ആണ്, നാമവിശേഷണം. അപ്പോൾ ഹീ ഈസ് ഡൂയിങ് എ ടീച്ചിങ് ജോബ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ ടീച്ചിങ് എന്നത് അജക്റ്റീവ് ആണ്, അത് നൗണിന് മുന്നിൽ വെച്ചിരിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് എ വർക്ക് ഹീ ഈസ് ഡൂയിങ്? ഹീ ഈസ് ഡൂയിങ് എ ടീച്ചിങ് ജോബ്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആ സെൻറ്റൻസിൽ അജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് ചില സെൻറ്റൻസുകളിൽ ആഡ്വേർബായിട്ടും ഫങ്ഷൻ ചെയ്യാം. അത് എങ്ങനെയാണ്? ഹീ സ്പെൻഡ് ഹിസ് ലൈഫ് ടീച്ചിങ് സ്റ്റുഡൻസ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം സ്പെൻഡ് ചെയ്തത്, ചെലവഴിച്ചത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ്. കുട്ടികളെ പഠിപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം ജീവിതം സ്പെൻഡ് ചെയ്തത്, ചെലവഴിച്ചത് ബൈ ടീച്ചിങ് സ്റ്റുഡൻസ് ആണ്, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ്. സ്പെൻഡ്, ചെലവഴിച്ചു എന്ന ആ ഒരു വേർബ് ഉണ്ടല്ലോ, ആ വേർബിനെ മോഡിഫൈ ചെയ്യുകയാണ്. എങ്ങനെയാണ് ചെലവഴിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചതിന് എന്നതിന് നമുക്ക് ആൻസർ കിട്ടുന്നത് ബൈ ടീച്ചിങ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആ സെൻറ്റൻസിൽ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെൻറ്റൻസുകളിൽ കൂടി, ഈ എക്സാമ്പിൾ കൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് ഒരു ആക്ഷൻ വേർബായിട്ട് വർക്ക് ചെയ്യാം, ഒരു നൗണായിട്ട് വർക്ക് ചെയ്യാം, ഒരു അജക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം, പിന്നെ ആഡ്വേർബായിട്ടും വർക്ക് ചെയ്യാം. ഇന്ന് നമ്മുടെ ഈ ലെസണിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം ഒരു സെൻറ്റൻസിൻ്റെ ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം പ്ലേസിൽ ആണ് അത് വയ്ക്കേണ്ടത് എന്നൊക്കെയാണ്. നോക്കൂ, ഏതെല്ലാം പ്ലേസിൽ വരാം എന്നൊന്ന് നോക്കൂ. ഇറ്റ് ക്യാൻ കം ജസ്റ്റ് ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. ഒരു നൗണിന് മുമ്പ്, ഏത് നൗണിനെയാണോ അത് മോഡിഫൈ ചെയ്യുന്നത് ആ നൗണിന് മുമ്പായിട്ട് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരാം. സെക്കൻഡ് വൺ, ഇറ്റ് ക്യാൻ കം ജസ്റ്റ് ആഫ്റ്റർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. അത് മോഡിഫൈ ചെയ്യുന്ന നൗണിന് ശേഷം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരാം. ഇറ്റ് ഓൾസോ കംസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ, ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരാറുണ്ട്. ഇറ്റ് ക്യാൻ കം അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലും വരാം. ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു അജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ അത് വരാം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു അജക്റ്റീവ്
ഒരു സെൻറ്റൻസിൽ ഒരു നൗൺ ഉണ്ടാവില്ലേ, ആ നൗണിൻ്റെ മുൻപിൽ വരുന്നത് എങ്ങനെയാണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ നൗണിൻ്റെ മുന്നിലായിട്ട് അതിന് വരാം. അത് എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇന്ത്യ ലോകത്തിലെ വികസ്വര രാജ്യങ്ങളിൽ, വികസിച്ചു വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലേ? ഇവിടെ ഈ സെൻറ്റൻസിൽ ഡെവലപ്പിംഗ് എന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? കൺട്രീസ് എന്നതിന് മുന്നിലാണ്. കൺട്രീസ് എന്നത് നൗണാണ്. അപ്പോൾ ആ നൗണിനെയാണ്, കൺട്രീസ് എന്ന നൗണിനെയാണ് ആ സെൻറ്റൻസിൽ ഡെവലപ്പിംഗ് എന്ന ഒരു വേർഡ്, ആ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ മോഡിഫൈ ചെയ്യുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ആ കൺട്രീസ് എന്ന നൗണിന് മുന്നിലാണത് വെച്ചത്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് കൂടി വയ്ക്കാം. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ടോപ്പ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇനി വേറൊരു സെൻറ്റൻസ്. മെനി ഇന്നസെൻറ്റ് പീപ്പിൾ ഡൈഡ് ഇൻ ദ ബേണിംഗ് ട്രെയിൻ. ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായ ആളുകൾ മരിച്ചു ഇൻ ദ ബേണിംഗ് ട്രെയിൻ. എങ്ങനെയുള്ള ട്രെയിൻ? ബേണിംഗ് ട്രെയിൻ, കത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. അപ്പോൾ ട്രെയിൻ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ബേണിംഗ് എന്ന പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ പൊസിഷൻ എവിടെയാണ്? നൗണിന് മുന്നിലാണ്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു സെൻറ്റൻസിൽ അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുമ്പോൾ നൗണിന് മുന്നിൽ വരാം. അതിന് എക്സാമ്പിളായല്ലോ. ഇനി നൗൺ കഴിഞ്ഞിട്ടും വരാം. ഏത് നൗണിനെയാണോ അത് മോഡിഫൈ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടും പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് വരാം. അങ്ങനെ വരുമ്പോൾ, നൗൺ കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ സാധാരണയായിട്ട് ജനറലി അത് മോർ ദാൻ വൺ വേർഡ് ഉണ്ടായിരിക്കും. ഒരു വേർഡ് ആയിരിക്കില്ല, കൂടുതൽ വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഒരു ഫ്രേസ് എന്ന് വിളിക്കാം. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ്. അപ്പോൾ അതിനും എക്സാമ്പിൾ നോക്കാം. The man shouting in anger has some health issues. The man shouting in anger has some health issues. ദേഷ്യത്തിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ആ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഷൗട്ടിംഗ് എന്നതാണ്. പക്ഷേ ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്ന ഒരു ഫ്രേസ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഷൗട്ടിംഗ് എന്നതാണ്. കാരണം ദ മാൻ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്നത്. അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ്. അത് ആ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവിൻ്റെ വർക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ നൗൺ കഴിഞ്ഞിട്ടാണ് ദ മാൻ ഷൗട്ടിംഗ് ഇൻ ആങ്കർ. ദ മാൻ കഴിഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത്. നൗൺ കഴിഞ്ഞിട്ടാണ് അത് വന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ഉണ്ടല്ലോ, ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്നത്, അത് ഒരു റിലേറ്റീവ് ക്ലോസിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ദ മാൻ ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്നതിനെ നമുക്ക് ദ മാൻ ഹൂ ഈസ് ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്ന് മാറ്റാം. അപ്പോൾ അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. അപ്പോൾ അതിൽ നിന്നാണ് എ മാൻ ഷൗട്ടിംഗ് ഇൻ ആങ്കർ എന്ന് പ്രസൻറ്റ് പാർട്ടിസിപ്പിളായി മാറ്റിയത്. അപ്പോൾ ഹൂ ഈസ് അതിനെ അങ്ങോട്ട് മാറ്റി. ഹൂ എന്നത് റിലേറ്റീവ് പ്രോനൗണാണ്, ഈസ് എന്നത് ഓക്സിലിയറി വേർബും ആണ്. ഇത് രണ്ടും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം. റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ്. എ മാൻ വില്ലിംഗ് ടു ഫേസ് ഹാർഡ്ഷിപ്സ് ഓൾവേസ് വിൻസ് ദ ഗെയിം. എ മാൻ വില്ലിംഗ് ടു ഫേസ് ഹാർഡ്ഷിപ്സ്, ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ തയ്യാറുള്ള, സമ്മതം ഉള്ള, വില്ലിംഗ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും കളികളിലൊക്കെ, ഗെയിംസിലൊക്കെ വിൻ ചെയ്യും, ജയിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ആ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? വില്ലിംഗ് എന്നതാണ്. അത് ഒരു ഫ്രേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദ മാൻ എന്ന നൗണിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതൊരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ വില്ലിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അതൊരു ഫ്രേസ് ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ? വില്ലിംഗ് ടു ഫേസ് ഹാർഡ്ഷിപ്സ് എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ്. അവിടെ അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. എ മാൻ ഹൂ ഈസ് വില്ലിംഗ് ടു ഫേസ് ഹാർഡ്ഷിപ്സ്
എന്ന് പറയുമ്പോൾ ഹൂ ഈസ് വില്ലിംഗ് ടു ഫേസ് ഹാർഡ്ഷിപ്സ് ഓൾവേസ് വിൻസ് ദ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഹൂ ഈസ് എന്ന് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ആ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ഒരു റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറി. ഐ ഹാവ് നെവർ സീൻ എ മാൻ വർക്കിംഗ് ആസ് ഹാർഡ് ആസ് ഹിം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇത്രയ്ക്കും ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. ഐ ഹാവ് നെവർ സീൻ എ മാൻ വർക്കിംഗ് ആസ് ഹാർഡ് ആസ് ഹിം. നോക്കൂ, ഇവിടെ ഈ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? വർക്കിംഗ് എന്നതാണ്. വർക്കിംഗ് ആസ് ഹാർഡ് ആസ് ഹിം എന്ന് പറയുന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ്. അത് ആ സെൻറ്റൻസിൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. ഐ ഹാവ് നെവർ സീൻ എ മാൻ ഹൂ ഈസ് വർക്കിംഗ് ആസ് ഹാർഡ് ആസ് ഹിം എന്ന് പറയുമ്പോൾ അതൊരു റിലേറ്റീവ് ക്ലോസ് ആയി. സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്ന് തന്നെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചില ഓബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് വരും. ചില പ്രത്യേക ഓബ്ജക്റ്റുകൾ, അതായത് വേർബ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? കാണുക, കേൾക്കുക, ലിസൺ ചെയ്യുക, ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെയാണ് നമ്മൾ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത്തരം വേർബ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഓബ്ജക്റ്റുകൾക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂസിങ് ആവുന്നുണ്ടാവും, പക്ഷേ എക്സാമ്പിൾ പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഐ സോ യു വാച്ചിങ് ദ മൂവി. നീ മൂവി വാച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നല്ലേ? സോ എന്ന ഒരു സി എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ. അതൊരു വേർബ് ഓഫ് പെർസെപ്ഷൻ ആണ്, കാണുക. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഐ സോ യു ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയാണ് അടുത്ത് വരുന്ന പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചെയ്യുന്നത്. അവിടെയുള്ള പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താ? വാച്ചിങ്. ഐ സോ യു, യു എന്നതാണ് ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റസ് ആണ് അവിടെ പറയുന്നത്. എന്താണ് ഓബ്ജക്റ്റ് അവിടെ ചെയ്യുന്നത്? വാച്ചിങ് ദ മൂവി. അപ്പോൾ അതിൻ്റെ യു എന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐ സോ യു വാച്ചിങ് ദ മൂവി. നിങ്ങൾ മൂവി വാച്ച് ചെയ്യുകയായിരുന്നു. യു എന്നത് ഓബ്ജക്റ്റാണ്. യു എന്താണ് ചെയ്യുന്നത്? വാച്ചിങ് ദ മൂവി. ഇനി വേറൊരു സെൻറ്റൻസ്, ഷീ ഹേർഡ് ജോൺ സേയിങ് സംതിങ് ബാഡ് അബൌട്ട് മീ. ഷീ ഹേർഡ്, അവൾ കേട്ടു. എന്താണ് അവൾ കേട്ടത്? കേൾക്കുക. അതൊരു വേർബ് ഓഫ് പെർസെപ്ഷനാണ്. ഷീ ഹേർഡ് ജോൺ. ജോൺ ആണ് അവിടെ ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റ് ഷീ ഹേർഡ് ജോൺ സേയിങ് സംതിങ് ബാഡ് അബൌട്ട് മീ. എന്നെ പറ്റി എന്തോ മോശമായിട്ട് പറയുന്നത് ജോൺ പറയുന്നത് അവൾ കേട്ടു എന്നാണ്. ഇവിടെ ജോൺ എന്നത് ഓബ്ജക്റ്റാണ്. ഹേർഡ് എന്നത് ഒരു വേർബ് ഓഫ് പെർസെപ്ഷനാണ്. കേട്ടു. ജോൺ എന്താ ചെയ്യുന്നത്? ഹി വാസ് സേയിങ് സംതിങ് ബാഡ് അബൌട്ട് മീ. ഇവിടെ സേയിങ് എന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. സേയിങ് സംതിങ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആയി. ഇത് ജോണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു ഓബ്ജക്റ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് ഒരു വേർബ് ഓഫ് പെർസെപ്ഷൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ജോണിൻ്റെ സ്റ്റേറ്റസ് എന്താ? ജോൺ എന്താ ചെയ്യുന്നത്? സേയിങ് സംതിങ് ബാഡ് അബൌട്ട് മീ. അപ്പോൾ അവിടെ അതൊരു ഓബ്ജക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഓബ്ജക്റ്റിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ് ചെയ്യുന്നത്. ഇനി വേറെ രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഐ സോ യു വാച്ചിങ് ദ മൂവി. ഐ സോ യു വാച്ച് ദ മൂവി. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ വാച്ചിങ് അവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ വാച്ച് ബെയർ ഇൻഫിനിറ്റീവ്, വെറുതെ വേർബും, അതായത് വേർബ് മാത്രം, വേർബിൻ്റെ ആ ബേസ് ഫോം മാത്രം ഉപയോഗിച്ചിരിക്കുന്നു, പാർട്ടിസിപ്പിൾ അല്ല. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഐ സോ യു വാച്ചിങ് ദ മൂവി എന്ന് പറയുമ്പോൾ വാച്ചിങ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ മൂവി വാച്ച് ചെയ്യുന്നത്, നിങ്ങൾ മൂവി വാച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നല്ലേ. ആ മൂവി വാച്ച് ചെയ്യുക എന്ന ഒരു പ്രവൃത്തി മുഴുവനായിട്ട് കണ്ടിട്ടില്ല, ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് കണ്ടിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു റൂമിൽ മൂവി വാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു, പക്ഷേ നമ്മൾ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒന്ന് പാസ് ചെയ്തപ്പോൾ കണ്ടതാണ് അവിടെ TV ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു, മൂവി വാച്ച് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി.
അതാണ് ഐ സോ യു വാച്ചിങ് ദ മൂവി എന്ന് പറയുന്നത്. മുഴുവനായിട്ട് ആ ആക്ഷൻ കണ്ടിട്ടില്ല, അവിടെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഐ സോ യു വാച്ച് ദ മൂവി എന്ന് പറഞ്ഞാൽ മൂവി ബിഗിൻ ചെയ്യുന്നതും അത് എൻഡ് ചെയ്യുന്നതും അത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതുമൊക്കെ ഞാൻ കണ്ടു എന്നാണ്. ഐ സോ യു വാച്ച് ദ മൂവി. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ആയ വാച്ച് എന്ന് ഉപയോഗിക്കുന്നതും പ്രസൻറ്റ് പാർട്ടിസിപ്പിളായ വാച്ചിങ് എന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു സെൻറ്റൻസിൽ നൗണിന് മുന്നിൽ വയ്ക്കുന്നതും നൗൺ കഴിഞ്ഞിട്ട് വയ്ക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി അടുത്തത് എന്താ? പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് ഒരു അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വയ്ക്കാം, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ തന്നെ വയ്ക്കാം. അത് എവിടെയാണ്? ചില കാര്യങ്ങളുണ്ടാവും, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഇല്ലേ? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നു. ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നു, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഇതും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറില്ലേ? അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ലിസണിങ് ടു ഹെർ ഫേവറേറ്റ് മ്യൂസിക്, ഷീ കുക്ക്ഡ് ഫുഡ്. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ കുക്ക് ചെയ്തു എന്നാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ലിസണിങ് എന്ന ഒരു വേർഡിലാണത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലിസണിങ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വയ്ക്കാം. ഇനി കുക്കിംഗ് ദ ഫുഡ്, ഷീ ലിസൺ ടു മ്യൂസിക് എന്നും പറയാം. രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നതാണ്. നമുക്ക് ഏത് കാര്യത്തിന് വേണമെങ്കിലും ING ഫോം ചേർത്ത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഫോമിൽ ഉപയോഗിക്കാം. ഇത് വളരെ ഫോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വൈൽ കുക്കിംഗ് ഫുഡ് ഷീ ലിസൺ ടു മ്യൂസിക്. വൈൽ എന്നുള്ള ഒരു കൺജങ്ഷൻ അവിടെ ഉപയോഗിച്ചു, അത് ഒഴിവാക്കുകയാണ് നമ്മളിവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. വൈൽ കുക്കിംഗ് ഫുഡ് ഷീ ലിസൺ ടു മ്യൂസിക് എന്ന് പറയുന്നതും കുക്കിംഗ് ഫുഡ് ഷീ ലിസൺ ടു മ്യൂസിക് എന്ന് പറയുന്നതും രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ആ വൈൽ എന്ന ഒരു കൺജങ്ഷനെ അങ്ങോട്ട് മാറ്റുന്നു, പക്ഷേ മീനിങ് സെയിം തന്നെ. വേറൊരു എക്സാമ്പിൾ, ടോക്കിംഗ് ടു ഹിംസെൽഫ്, ഹീ വാക്ക് ഡൗൺ ദ റോഡ്. റോഡിലേക്ക് നടന്നുപോയി. എങ്ങനെയാണ്? ടോക്കിംഗ് ടു ഹിംസെൽഫ്. രണ്ട് കാര്യങ്ങൾ, നടക്കുക എന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്, ടോക്ക് ചെയ്യുക എന്നൊരു കാര്യവും നടക്കുന്നുണ്ട് അവിടെ. ടോക്കിംഗ് ടു ഹിംസെൽഫ്, ടോക്കിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ ഉപയോഗിച്ചു. വൈൽ ടോക്കിംഗ് ടു ഹിംസെൽഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ വൈൽ എന്ന കൺജങ്ഷനെ ഒഴിവാക്കുമ്പോഴാണ് അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരം ആക്ഷൻസ് അല്ലാതെ ചില ആക്ഷൻസൊക്കെ നമ്മൾ ഒരു ആക്ഷൻ കഴിഞ്ഞ് വേറൊരു ആക്ഷൻ ചെയ്യില്ലേ? രണ്ട് ആക്ഷൻസ് ഉണ്ട്, പക്ഷേ അത് സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ സെയിം ടൈം അല്ല. ഒരു ആക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, ഒരു ഗ്യാപ്പൊന്നുമില്ല, ഒരു ഡിലേ ഇല്ല, അപ്പോൾ തന്നെ വേറൊരു ആക്ഷൻ. അങ്ങനെയുള്ള ആക്ഷൻസ് ഉണ്ടാവാറില്ലേ? അവിടെയും നമുക്ക് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. ലുക്കിംഗ് അറ്റ് ദ റിസൾട്ട്സ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. റിസൾട്ട്സ് നോക്കിയിട്ട് അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ റിസൾട്ട്സ് നോക്കി കരയാൻ തുടങ്ങി. രണ്ട് ആക്ഷൻസ് ഉണ്ട്, പക്ഷേ ഈ റിസൾട്ട് നോക്കി ഉടനെ തന്നെയാണ് കരയുന്നത്. അല്ലാതെ റിസൾട്ട് നോക്കി കുറേ സമയം കഴിഞ്ഞിട്ട് അല്ല കരയാൻ തുടങ്ങുന്നത്. രണ്ട് ആക്ഷൻ ഡിഫറെൻ്റ് ആക്ഷൻസ് ആണ്, പക്ഷേ രണ്ട് ആക്ഷനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ആക്ഷൻ്റെ കൂടെ തന്നെ അത് ഉപയോഗിക്കണം. അത് ഫസ്റ്റ് ആക്ഷൻ്റെ ഒപ്പം തന്നെ ING ഫോം ഉപയോഗിക്കണം, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദ റിസൾട്ട്സ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദ റിസൾട്ട്സ്, അതായത് റിസൾട്ട്സ് നോക്കിയതിന് ശേഷമാണ് അവൾ കരയുന്നത്. അപ്പോൾ ആഫ്റ്റർ എന്നുള്ള ആ ഒരു കൺജങ്ഷനെ നമുക്കവിടെ എടുത്തു മാറ്റി നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആഫ്റ്റർ ലുക്കിംഗ് എന്നത്
ആഫ്റ്ററിനെ മാറ്റി ലുക്കിംഗ് അറ്റ് ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞാലും സെൻറ്റൻസ് കറക്റ്റ് തന്നെ, സെൻറ്റൻസിൻ്റെ മീനിങ് സെയിം തന്നെ. സീയിങ് ദ ടീച്ചർ ഓൾ ദ സ്റ്റുഡൻസ് ഗോട്ട് സൈലൻറ്റ്. സീയിങ് ദ ടീച്ചർ എന്നത് ടീച്ചറിനെ കണ്ടു എന്നത് ഒരു ആക്ഷനാണ്. കുട്ടികളൊക്കെ സൈലൻ്റ് ആയി എന്നത് വേറൊരു ആക്ഷനാണ്. ഈ രണ്ട് കാര്യങ്ങളും നടന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം സീയിങ് ദ ടീച്ചർ എന്നതാണ്, ടീച്ചറിനെ കണ്ടു എന്നതാണ്. അവിടെയാണ് നമ്മൾ സീ എന്ന വേർബിൻ്റെ കൂടെ ing ചേർത്ത് സീയിങ് ആക്കുന്നത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതാണ്. സീയിങ് ദ ടീച്ചർ, ദ സ്റ്റുഡൻസ് ഗോട്ട് സൈലൻറ്റ്. ഇനി നമുക്ക് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം. നോട്ട് നോയിങ് ഹൂ ഐ വാസ്, ഹീ സ്ലാപ്ഡ് മീ. ഞാൻ ആരായിരുന്നു എന്ന് അറിയാതെ, നോട്ട് നോയിങ് അറിയാതെ, ഹീ സ്ലാപ്ഡ് മീ എന്നെ അവൻ അടിച്ചു എന്നാണ്. ഇവിടെ നോട്ട് നോയിങ്, നോട്ട് എന്നുള്ള ഒരു വേർഡ് നോയിങ് എന്നുള്ള പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് മുമ്പിൽ നമ്മൾ ആഡ് ചെയ്തു. സിൻസ് ഹീ ഡിഡ് നോട്ട് നോ മീ ഹീ സ്ലാപ്ഡ് മീ എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് നോട്ട് നോയിങ് എന്നാണ്. ഇവിടെയും രണ്ട് ആക്ഷൻസ് ഉണ്ട്. രണ്ട് ആക്ഷൻ ഇടയ്ക്കും ഒരു ഡിലേ വരുന്നില്ല. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ എൻഡിൽ വയ്ക്കാം. എക്സാമ്പിൾ, യു ഗൈസ് ആർ ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അത് സെൻറ്റൻസിൻ്റെ എൻഡിലാണ് വന്നിരിക്കുന്നത്. യു ഗൈസ് ആർ ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന മീനിങ്ങിലാണ്. അപ്പോൾ അത് ഒരു അജക്റ്റീവായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത് സെൻറ്റൻസിൻ്റെ എൻഡിൽ വന്നു. ഇൻട്രസ്റ്റിംഗ് എന്നത് യു ഗൈസ് എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ക്വാളിറ്റിയാണ് പറയുന്നത്. മൈ കസിൻ ഈസ് ഡോമിനേറ്റിംഗ്. ഡോമിനേറ്റിംഗ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ആധിപത്യം പുലർത്തുക എന്ന് പറയില്ലേ, അതാണ് ഡോമിനേറ്റിംഗ്. ചില ആളുകൾ അങ്ങനെയാണ്. പല കാര്യങ്ങളിലും അവരുടെ ഓരോ ആക്ഷനിലും അവർ കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നവരില്ലേ, അതാണ് ഡോമിനേറ്റിംഗ്. മൈ കസിൻ ഈസ് ഡോമിനേറ്റിംഗ്. അപ്പോൾ മൈ കസിൻ എന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയാണ് ഡോമിനേറ്റിംഗ് എന്ന ഒരു വേർഡ് ചെയ്യുന്നത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. സെൻറ്റൻസിൻ്റെ എൻഡിലാണ് വന്നിരിക്കുന്നത്. ഡോമിനേറ്റിംഗ് അജക്റ്റീവ് ആണ് അവിടെ. അജക്റ്റീവ് ആയിട്ട് ആ സെൻറ്റൻസിൽ വർക്ക് ചെയ്യുന്നു. ഇനി ചിലപ്പോഴൊക്കെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് ഒരു ആഡ്വേർബ് ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതിനും എക്സാമ്പിൾ നോക്കാം. ഹീ സ്പെൻറ്റ് ഹിസ് എൻറ്റയർ ലൈഫ് ഹെൽപ്പിംഗ് ദ പുവർ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഹെൽപ്പിംഗ് ദ പുവർ എന്ന ഒരു ആക്ടിവിറ്റിയിൽ കൂടെ. ഹെൽപ്പിംഗ് ദ പുവർ, ആ പാവങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ ഹെൽപ്പിംഗ് ദ പുവർ എന്നത് അവിടെ ഒരു ആഡ്വേർബ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, ഇൻ വാട്ട് വേ സ്പെൻറ്റ് എന്ന വേർബിനെ അത് മോഡിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അതിന് ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷനാണ് ഹെൽപ്പിംഗ് എന്ന ആ ഒരു വേർഡ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. യു ആർ വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം തിങ്കിങ് അബൌട്ട് ദ റിസൾട്ട്സ്. ഏതാണ് അവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? തിങ്കിങ് അബൌട്ട്. അപ്പോൾ തിങ്കിങ് എന്നത് അവിടെ ചെയ്യുന്നത് എന്താ? എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു നിങ്ങളെങ്ങനെ? തിങ്കിങ് അബൌട്ട് ദ റിസൾട്ട്സിനെ പറ്റി ആലോചിച്ചുകൊണ്ട്. അപ്പോൾ തിങ്കിങ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അതെങ്ങനെയാണ് ഒരു ആഡ്വേർബ് ആവുന്നത്? അത് എങ്ങനെയാണ് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുക എന്ന ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തിങ്കിങ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ബീയിങ് ഓണസ്റ്റ് ഐ ഗോട്ട് ദ ജോബ്. ബീയിങ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ബീയിങ് ഓണസ്റ്റ് ഐ ഗോട്ട് ദ ജോബ്. അവിടെ ഒരു റീസൺ ആണ് പറയുന്നത്. ഐ ഗോട്ട് എന്ന ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് ജോലി കിട്ടിയതിനുള്ള റീസണാണ്. ടെല്ലിങ് ദ റീസൺ വൈ ഐ ഗോട്ട് ദ ജോബ്. അപ്പോൾ അവിടെയും അത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ലെസൺ കഴിയാവുന്നത്ര ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം ഞാൻ വിജയിച്ചു എന്നറിയില്ല. എങ്കിലും ഈ ലെസൺ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കട്ടെ.